പട്ടാമ്പിയിൽ പുതിയ വലിയ ഇമ്മാനുവൽ സിൽക്സ് ഉദ്ഘാടനം ഓഗസ്റ്റ് 17 ശനിയാഴ്ച രാവിലെ 10:30 ഇമ്മാനുവൽ സിൽക്സ് പട്ടാമ്പി. വയനാടിന് ഒരു കൈത്താങ്ങ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി AIYF തിരൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ LED ബൾബ് ചാലഞ്ച് സംഘടിപ്പിച്ചു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. തിരൂരിൽ വെച്ചാണ് വയനാടിനൊരു കൈത്താങ്ങ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി AIYF തിരൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ LED ബൾബ് ചാലഞ്ച് സംഘടിപ്പിച്ചത്. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ LED ബൾബിന്റെ ആദ്യ വിതരണം AIYF സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനി മനോജിന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. കാരണം സാധാരണ ഉള്ളൊരു പരിപാടിയല്ലല്ലോ. പക്ഷെ അതിനെ സംബന്ധിച്ച് ആലോചിച്ചപ്പോ എത്ര ആലോചനാപൂർവമാണ് ആ പരിപാടി. കാരണം സാധാരണ ഒരു പ്രളയത്തിലായാലും അല്ലെങ്കിൽ ദുരന്തത്തിലായാലും എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഏറ്റവും മനുഷ്യന് വേണ്ട ഭക്ഷണം പോലെ തന്നെ ഏറ്റവും ആവശ്യമാണ് വസ്ത്രം. ആ വസ്ത്രം ചിലപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നൽകാൻ ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷെ കാലിലിടാനുള്ള ചെരുപ്പ് സാധാരണഗതിയിൽ ആരുടെയും ശ്രദ്ധയിൽ വരുന്നതല്ല. അപ്പൊ AITC-കാർ വന്നിട്ട് പറഞ്ഞു, AITC-കാരുമായിട്ട് നമുക്ക് CIT-ന്റെ രംഗത്തുള്ള ആളെന്നുള്ള നിലയ്ക്ക് എനിക്ക് വലിയ ബന്ധമുണ്ട്. അവർ വന്നിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും കൗതുകം തോന്നി. ശരിക്കും പറഞ്ഞാൽ അവരെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല എന്ന് ഞാൻ പറയാൻ കാരണം അതുകൊണ്ട്. വയനാടിൽ AIYF നിർമ്മിക്കുന്ന 10 വീടുകളുടെ നിർമ്മാണത്തിനുള്ള സാമ്പത്തിക സമാഹരണത്തിനുള്ള ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് AIYF LED ബൾബ് ചലഞ്ച് സംഘടിപ്പിച്ചത്. പ്രകാശൻ കുറ്റൂർ അധ്യക്ഷനായിരുന്നു. CPI തിരൂർ മണ്ഡലം സെക്രട്ടറി T രാജേഷ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം രജീഷ് കാടായിൽ, വി നന്ദൻ മാസ്റ്റർ, CV അറുമുഖൻ, രവി പള്ളിയേരി, പാർവതി പ്രകാശ്, അയ്യൂബ് വേളക്കാടൻ, അനിൽ കൊടക്കല്ല്, അഭിലാഷ്, ഉഭയരാജ്, ജംഷീദ വെട്ടം, അരുൺ പ്രകാശ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.